എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് പ്രസ് ക്ലബിനോടുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച മാതിരി CPMൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായി കഴിഞ്ഞ ദിവസമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി എന്നെ തെരഞ്ഞെടുത്തത്. ഇവിടെ പറഞ്ഞു വലിയ ഉത്തരവാദിത്തമാണ്, തീർച്ചയായും വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പാർട്ടി കാഴ്ചപ്പാടനുസരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദമാവുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ പരമാവധി പരിശ്രമിക്കും എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഉൾപ്പെടെയുള്ള ജീവിത പ്രശ്നങ്ങളെ ഗൗരവമായി ഉയർത്തിക്കൊണ്ടുവരാനും ആ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായിട്ടുള്ള നിരന്തരമായ ഇടപെടൽ നടത്തുന്ന പ്രസ്ഥാനമാണ് CPM എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ പ്രവർത്തനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഞങ്ങളുടെ മുമ്പുള്ള ദൗത്യം. ഇവിടെ സൂചിപ്പിക്കേണ്ടായി, രാജ്യത്തിൻ്റെ പൊതുവായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ ആമുഖത്തിൽ പറയുകയുണ്ടായി. വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യക്കകത്ത് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് അവർക്കും അറിയാം. ഇന്ത്യ എന്ന ആശയം തന്നെ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഗൗരവമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യ എന്ന ആശയം രൂപപ്പെടുത്തതും ബലപ്പെട്ടതും സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു ഉൽപ്പന്നമായി രൂപപ്പെട്ടു വന്നതാണ് ആധുനിക ഇന്ത്യ എന്ന ഒരു കൺസെപ്റ്റ് എന്നുള്ളതാണ്. ആ ആധുനിക ഇന്ത്യയുടെ അടിത്തറകളിൽ പ്രധാനപ്പെട്ടത് ജനാധിപത്യവും മതനിരപേക്ഷത, അതിൻ്റെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന ഫെഡറൽ ഘടന, ഇതെല്ലാം കൂടി ഉൾച്ചേർന്നതാണ്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേയേറെ വർഷക്കാലമായി, ഒരു 10 വർഷത്തിലോളം ആയി രാജ്യത്തിനകത്ത് അധികാരത്തിലിരിക്കുന്നവർ തന്നെ അത്തരം പ്രവണതകളെ വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ ആധുനിക ഇന്ത്യൻ കൺസെപ്റ്റുകളെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന, തകർക്കപ്പെടുന്ന പല നീക്കങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു അപകടകരമായ പ്രവണത ഇന്ത്യക്കകത്തുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ ആധുനിക ഇന്ത്യയെ സംരക്ഷിക്കുക എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം എല്ലാ മനുഷ്യരും കൂടി ചേർത്തെടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പമാണ് കോർപ്പറേറ്റ് നയങ്ങൾ, നവ ഉദാരവൽക്കരണ നയങ്ങൾ 1990-കൾക്ക് ശേഷം ഉള്ള നമ്മുടെ അനുഭവങ്ങളുണ്ട്. നീണ്ട പതിറ്റാണ്ടുകൾ അത് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ അനുഭവങ്ങൾ നവ ഉദാരവൽക്കരണ നയങ്ങൾ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ച, അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നവർ ഉയർത്തിക്കാണിച്ച ഒരു രീതിയിലല്ല ഉണ്ടായിക്കഴിഞ്ഞത് എന്നുള്ള 3 പതിറ്റാണ്ട് അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അന്നേ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തിയായി ഇത് ഉണ്ടാകാൻ പോകുന്ന ആഘാതങ്ങളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനെ സാധൂകരിക്കുന്ന അനുഭവങ്ങളാണ് 90-കൾക്ക് ശേഷമുള്ള 3-3.5 പതിറ്റാണ്ട് കൊണ്ട് നമ്മുടെ രാജ്യം എത്തപ്പെട്ടത്. അതാണ് ഇവിടെ ആമുഖ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ച, രാജ്യത്തെ സമസ്ത മേഖലകളും തകരുന്ന നിലയിലേക്ക് മാറുന്നു. കാർഷിക മേഖല, സംഘടിത വ്യവസായ മേഖലകൾ, മറ്റു മേഖലകളുടെ എല്ലാം തകർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി ആ നയത്തെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് തീർത്ത ജീവിത പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ജനതയാണ് ഇന്ത്യയുടെ മണ്ണിലുള്ളത്. യഥാർത്ഥത്തിൽ ആ ജനതയുടെ ജീവിത പ്രയാസങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള സമരങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് CPM ഇന്ത്യയിൽ ആകമാനം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ചേർന്ന പാർട്ടി കോൺഗ്രസും അതിനാണ് അടിവരയിട്ടിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ സമരത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച മതനിരപേക്ഷ ഇന്ത്യയെ സംരക്ഷിക്കാൻ കഴിയുക, അഥവാ ആധുനിക ഇന്ത്യയെ സംരക്ഷിക്കാൻ കഴിയുക എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചാണ് CPM ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്നത്. ആ രാഷ്ട്രീയ പ്രവർത്തനത്തെ കൂടുതൽ ശക്തിയോടെ കേരളത്തിലും നമ്മുടെ ജില്ലയിലും മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് വളരെ പ്രധാനമായും നിർവഹിക്കാനുള്ളത് എന്ന ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത്. എറണാകുളം ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവർക്കും അറിയാം, ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, ആധുനിക തൊഴിലാളി പ്രസ്ഥാനത്തിന് വളരെ സംഘടിതമായ വേരോട്ടമുള്ള ഒരു പ്രദേശം. ഈ പറഞ്ഞ പ്രയാസം കൊണ്ട് വ്യവസായ മേഖലയ്ക്കകത്ത് വന്നിട്ടുള്ള ഇന്നത്തെ പരിമിതികൾ അത് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അത് തൊഴിലാളിയുടെ ജീവിതത്തെയും പ്രതിഫലിക്കുന്നുണ്ട്. എന്തായാലും സുശക്തമായ തൊഴിലാളി സംഘടനയുള്ള ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല എന്നുള്ളത് നമുക്ക് അവർക്കും അറിയാം. ആ ജില്ലയിലെ പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്താർജിപ്പിക്കുക എന്ന കടമയാണ് നിർവഹിക്കാനുള്ളത്. 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ സമ്മേളനം എറണാകുളത്ത് ചേർന്നത് ശ്രദ്ധിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത മാധ്യമപ്രവർത്തകരാണ് എൻ്റെ മുന്നിലുള്ളത്. ആ റിപ്പോർട്ടിൽ പാർട്ടി സമ്മേളനം തന്നെ ഞങ്ങൾ വിലയിരുത്തിയിരുന്നു ഇന്നത്തെ നമ്മുടെ ജില്ലയിലെ പാർട്ടിയുടെ സാഹചര്യങ്ങളെ സംബന്ധിച്ച്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വളരെ
പാർട്ടിയുടെ സംഘടനാപരമായ പരിശോധനയിൽ വളരെ ഐക്യത്തോടെ പാർട്ടിക്ക് മുന്നേറാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ ഘട്ടത്തിൽ നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. തെറ്റായ പല പ്രവണതകളും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ച് പാർട്ടി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലുള്ള കാര്യങ്ങളാണ്. അതിനെ ഏറ്റവും ശരിയാവണ്ണം അഡ്രസ്സ് ചെയ്യാനും ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ആവശ്യമായ ഒരു നീണ്ടകാലത്തെ പ്രക്രിയ, അതിന് ഗുണകരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ ഈ കാലഘട്ടങ്ങളിൽ വളരെ പ്രകടമായിരുന്നു. അങ്ങനെ രൂപപ്പെട്ടു വന്നിട്ടുള്ള പുതിയ അന്തരീക്ഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയുടെ സംഘടനാ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, പാർട്ടിയുടെ ജനകീയ പിന്തുണയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകണമെന്നാണ് പാർട്ടി ജില്ലാ സമ്മേളനം അതിൻ്റെ ഭാവി പരിപാടിയുടെ രൂപരേഖയിൽ പ്രധാനമായും കണ്ടിട്ടുള്ളത്. അത് ഞങ്ങൾ ഗൗരവപൂർവ്വം സമ്മേളനത്തിൻ്റെ തീരുമാനത്തെ ഏറ്റെടുത്തുകൊണ്ട് പുതുതായി രൂപം കൊണ്ടിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും വിശദമായി ചർച്ച ചെയ്ത് വ്യത്യസ്ത മേഖലകളിൽ നമ്മുടെ എറണാകുളം എന്നുള്ളത് അതിവേഗതയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരം കൂടിയാണ്. ആ നഗരത്തിൻ്റെ സവിശേഷകരമായ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെല്ലാം ഉൾച്ചേർത്തുകൊണ്ട് ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി സംഘടനയും പാർട്ടിയെ കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്കും രൂപം നൽകും എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ പ്രാഥമികമായി ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങളെ നിർവഹിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം എന്ന നിലയിലാണ് എന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടറി എന്ന ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ആ കാഴ്ചപ്പാടിനകത്ത് നിന്നുകൊണ്ട് കൂടുതൽ ഗുണകരമാവുന്ന വിധത്തിൽ ആ പ്രവർത്തനത്തെ സംഘടിപ്പിക്കാൻ പാർട്ടി ആകമാനം ചേർത്ത് പിടിച്ച് ഉള്ള പ്രവർത്തനങ്ങളായി മുമ്പോട്ട് പോകും എന്നുള്ളതാണ് നിങ്ങളോട് ആമുഖമായി സൂചിപ്പിക്കാനുള്ള കാര്യം. ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടി വരികയാണ്. അപ്പൊ അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് പാർട്ടിയുടെ ഒരു പങ്ക്, അതുപോലെ അത്തരക്കാരെ കണ്ടെത്തി കഴിഞ്ഞാൽ പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് പ്രവർത്തകരെ മാറ്റി നിർത്തുക, എങ്ങനെയാണ് അതിനോട് പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം ചില അപകടകരമായ നിലയിലേക്ക് നമ്മുടെ സമൂഹത്തിൽ മാറുന്നതിൻ്റെ സൂചനകൾ വരുന്നുണ്ട്. ഒന്ന്, പാർട്ടി എല്ലാ കാലത്തും അതിനെതിരെ ശക്തമായ സമീപനം സ്വീകരിക്കുന്നതാണ്. അത്തരം കാര്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റെടുക്കുന്ന പാർട്ടിയാണ് CPM-ഉം ഇതിൻ്റെ മറ്റ് സംഘടനകളും എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഭാഗമായി പല ജീവനും നഷ്ടപ്പെട്ടിട്ടുള്ള രക്തസാക്ഷിത്വം വരെ വരിക്കേണ്ടി വന്ന അനുഭവം നമുക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ സഹമാർ വിദ്യാധരനുണ്ട്. മയക്കുമരുന്ന് സംഘത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാധരൻ രക്തസാക്ഷിയാവുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പാർട്ടി എന്ന നിലയിൽ വളരെ കൃത്യമായ സമീപനം സ്വീകരിക്കുകയും തെറ്റായ പ്രവണതകൾ അത്തരത്തിലുണ്ടായാൽ ഒന്നിനെയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന സമീപനം എല്ലാ കാലത്തും പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അത് ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകും. എന്നാൽ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ പ്രശ്നത്തിനകത്ത് വളരെ ഗൗരവമായ ഒരു ഇടപെടൽ ആവശ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയം ഉണ്ടാകില്ല. മയക്കുമരുന്ന് എന്നുള്ളത് കേരളത്തിനകത്ത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തും ലോകത്തും ഏറ്റവും അപകടകരമായ ഒന്നായി ഇന്ന് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ എല്ലാം വ്യാപനം തുടങ്ങിയതോടുകൂടി അതിൻ്റെ ഭീകരത വലുതായി മാറിക്കഴിഞ്ഞു. സാർവദേശീയ തലത്തിൽ ലോകത്തിൻ്റെ പശ്ചാത്തലം എടുത്തു നോക്കിയാൽ വലിയ രൂപത്തിലുള്ള ഒരു മൂലധന നിക്ഷേപം ഇത്തരത്തിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. മാർക്സ് മുതലാളിത്തത്തെ സംബന്ധിച്ച് നിരീക്ഷിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ലാഭം കിട്ടുമെങ്കിൽ അത് മനുഷ്യത്വരഹിതമായി ഇടപെടുന്നത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു പെട്ടെന്ന് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഈ മയക്കുമരുന്നിൻ്റെ പിന്നിലുള്ള മൂലധന താല്പര്യം എന്നുള്ളത്. അത് ലോകത്ത് വളരെ ഭീകരമായി ഒന്നായി നിൽക്കുന്നു എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ UN-ന്റെ തന്നെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് 14 വയസ്സിനും 64 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ 17 പേരിൽ ഒരാൾ ലോകത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്ര ഭീകരമാണ് അതിൻ്റെ വ്യാപനം എന്നുള്ളത് കാണാൻ കഴിയും. മാത്രമല്ല, ആദ്യമായി മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നവരെ സംബന്ധിച്ചിട്ടുള്ള UN റിപ്പോർട്ടിൽ പറയുന്നത് ആദ്യമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ 70% 10 വയസ്സിനും 15 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതലാണ് എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ അത് എത്ര ഭീകരമാവുന്നു എന്ന് കാണാം. ഇതാണ് ലോകത്തിൻ്റെ സാഹചര്യം. രാജ്യത്തിൻ്റെ കണക്ക് നോക്കിയാലും അതിഭീകരമായ വ്യാപനമാണ്. പ്രധാനപ്പെട്ട പോർട്ടുകൾ ഉൾപ്പെടെയുള്ളത് ഇതിൻ്റെ കടത്ത് കേന്ദ്രങ്ങളായി മാറുന്ന സ്ഥിതി. മറ്റ് സമീപ രാജ്യങ്ങൾ, അതിർത്തി രാജ്യങ്ങൾക്കകത്ത് നിന്ന് ഡ്രോൺ സംവിധാനങ്ങളെല്ലാം വഴി ഇത് കടന്നു വരുന്ന പ്രവണത, ഇങ്ങനെയുള്ള പല റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ വ്യാപനം നമ്മുടെ രാജ്യത്തും ഭീകരമാണ്. യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഈ സാഹചര്യങ്ങളോട് താരതമ്യം ചെയ്താൽ കേരളത്തിൻ്റെ വ്യാപനം അത്ര ഭീകരമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അത് പറഞ്ഞ്
ഇരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല നമുക്കിന്ന് കാണും. ഇത് കണക്കുകളുടെ താരതമ്യത്തിൻ്റെ കാര്യമല്ല, മറിച്ച് ചില തെറ്റായ പ്രവണതകൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഇത്തരത്തിൻ്റെ ഉപയോഗവും അതിൻ്റെ ഭാഗവുമായി രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ അപകടസ്ഥിതിയെ കണ്ടുകൊണ്ട് ഗവൺമെൻറ് വളരെ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ രൂപകൽപ്പന നൽകുകയും വ്യത്യസ്ത മേഖലയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇതിനെതിരെയുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഗവൺമെൻറ് എന്ന നിലയിൽ മുന്നോട്ട് വരികയും ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. ആ പ്രവർത്തനത്തിന് പരിപൂർണമായ പിന്തുണ CPM പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് ആ പ്രവർത്തനത്തിന് എല്ലാ വിധത്തിലുള്ള ഊർജ്ജവും പകരാൻ ആവശ്യമായ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് സംഘടനാപരമായും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് ഏതെങ്കിലും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഏതെങ്കിലും ഒരു സംവിധാനമോ മാത്രം വിചാരിച്ചാൽ അടിച്ചമർത്താൻ കഴിയുന്ന ഒന്നല്ല. ഇതാണ് അതിനെ സംബന്ധിച്ച നമ്മുടെ കാഴ്ചപ്പാട്. നമ്മൾ പാർട്ടി കാണുന്നത് ഒരു വലിയ ജനകീയ പ്രസ്ഥാനം ഉണ്ടാവണം. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാകണം. മറ്റെന്ത് അതിർവരമ്പുകളുണ്ടോ അതിനെല്ലാം അതീതമായി നമ്മുടെ സമൂഹത്തെ ഗ്രസിക്കുന്ന ഈ അപകടകരമായ വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു ബൃഹത്തായ ഒരു ജനകീയ പ്രസ്ഥാനത്തെ രൂപപ്പെടുത്താൻ നമുക്ക് കഴിയണം. ആ പ്രസ്ഥാനം തുടങ്ങിയതുകൊണ്ട് കാര്യമല്ല, അതിൻ്റെ തുടർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ലോങ് പ്രോസസ്സിലൂടെ പോകേണ്ട ഒരു പ്രക്രിയയാണ്. മാത്രമല്ല അത് ഗ്രാസ് റൂട്ട് ലെവലിൽ വരേണ്ടതാണ്. ഏറ്റവും താഴെത്തട്ടിലെ മുക്കിലും മൂലയിലും ഇത് വരേണ്ടതാണ്. ഒരു പരിപാടി എന്ന നിലയിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ കൊണ്ട് ഇത് നടത്തി അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. വളരെ ഗ്രാസ് റൂട്ട് ലെവലിലുണ്ടാവണം. ഒരു നീണ്ടകാല പദ്ധതിയായി ഇത് തുടച്ചു നീക്കുന്നവരെ നിൽക്കുന്ന രൂപത്തിലേക്ക് മാറണം. അങ്ങനെ മാറാൻ കഴിയണമെങ്കിൽ തീർച്ചയായും എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുള്ള വലിയൊരു ജനകീയ പ്രസ്ഥാനം, മയക്കുമരുന്നിനെതിരെയുള്ള ഒരു യുദ്ധമായി ഇതിനെ കണ്ടുകൊണ്ട് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം എന്നുള്ളതാണ് കാണുന്നത്. അതിന് എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിക്കുക എന്ന പരിശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത്. പാർട്ടി എന്ന നിലയിൽ ഞങ്ങളും പരിശ്രമിക്കുന്നത് ഈ വിഷയത്തിനകത്ത് എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ ജനകീയ പ്രതിരോധത്തെ രൂപപ്പെടുത്തി വികസിപ്പിക്കുക എന്നുള്ളതാണ്. കേരളത്തിനത് കഴിയും എന്ന ഉറച്ച ആത്മവിശ്വാസം നമുക്കുണ്ട്. കാരണം ജനകീയമായ ഇടപെടലിലൂടെ പല മാറ്റങ്ങളും വരുത്തി ലോകത്തിന് മാതൃക കാണിച്ചവരാണ് മലയാളികൾ എന്ന പ്രത്യേകത നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാവി തലമുറയും നമ്മുടെ സമൂഹത്തെയും ബാധിക്കുന്ന ഏറ്റവും അപകടകരമായ പ്രവണതയ്ക്കെതിരെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടത്തെ ഏറ്റെടുക്കണം എന്നാണ് കാണുന്നത്. ഞങ്ങൾ പാർട്ടി എന്ന നിലയിൽ പ്രത്യേകമായി എൻ്റെ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ മെയ് മാസം 1-ാം തീയതി ഇപ്പോൾ വൈപ്പിന് 25 കിലോമീറ്റർ 25,000 ആളുകളെ അണിനിരത്തുന്ന പരിപാടിയിലേക്ക് ഞങ്ങൾ പോകുന്നു. ആ പരിപാടിയിലേക്ക് എത്തുന്നതിന് മുമ്പേ ഓരോ യൂണിറ്റ് തലങ്ങളിലും ബ്രാഞ്ച് തലങ്ങളിലും ഞങ്ങൾ സംഘടിപ്പിച്ച വീട്ടുമുറ്റ സദസ്സുകൾ, അതിൻ്റെ കൂട്ടായ്മകൾ, അതിൻ്റെ കമ്മിറ്റി രൂപങ്ങൾ, അങ്ങനെ വളരെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ മെയ് മാസം 1-ാം തീയതി വൈപ്പിനിൽ ഇപ്പോൾ 25,000 വരെ അണിനിരത്തുന്ന പരിപാടിയിലേക്ക് പോകുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലരെങ്കിലും എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ വിഭാഗം ആളുകളുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ല, ഞങ്ങളുടെ ഒരു പാർട്ടി പരിപാടി എന്ന നിലയിലുമല്ല. ഞങ്ങളതിന് നേതൃത്വം കൊടുക്കുന്നു, അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. അവിടുത്തെ എല്ലാ വിഭാഗം ആളുകളും, സാമുദായിക സംഘടനകൾ, മറ്റുള്ള ആളുകൾ, ക്ലബ്ബുകൾ, ഇങ്ങനെ പറഞ്ഞ എല്ലാ ആളുകളും ചേർന്ന് നിന്നുകൊണ്ടാണ് ആ പരിപാടി നടത്തുന്നത്. കൊച്ചി തുടങ്ങിയ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിലാകമാനം ഈ പ്രവർത്തനം ഈ രൂപത്തിൽ രൂപപ്പെടുത്താൻ ആവശ്യമായ കാര്യമാണ് ആലോചിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ ചർച്ച ചെയ്യുന്നതും ഭാവി പരിപാടികൾ രൂപപ്പെടുത്തുന്നതും നമ്മുടെ സംഘടനയെ കൂടുതൽ കരുത്താർജിപ്പിക്കാൻ തീരുമാനിക്കുന്നതെല്ലാം ഈ പറഞ്ഞ കാര്യത്തിനു കൂടി സഹായകരമാവുന്നതാണ്. അതിൻ്റെ ഭാഗമായി വന്നു ചേരേണ്ട ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും അതിൻ്റെ വിജയം എന്നുള്ളത്. ആ അർത്ഥത്തിൽ ആ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടി സംഘടനയുടെ സമ്മേളനങ്ങൾ, എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളും വളരെ മികച്ച രൂപത്തിൽ നമുക്ക് തീർക്കാൻ കഴിഞ്ഞു. ലോക്കൽ സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു. ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൻ്റെ അത്തരത്തിലുള്ള ഇടപെടലുകൾ വളരെ സജീവമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആ സമ്മേളനങ്ങൾ കണ്ട കാഴ്ചപ്പാട് ഞാൻ ആദ്യം പറഞ്ഞു. കൂടുതൽ ശക്തിപ്പെടുത്താനും കൂടുതൽ ജനകീയമായി ബന്ധപ്പെടാനും കഴിയുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്യും. സ്വാഭാവികമായത് തെരഞ്ഞെടുപ്പിനെയും ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇടപെടലുണ്ടാവുക? സമീപകാലത്ത് ഇപ്പോൾ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ വന്നിട്ട് ഒരു വെളിപ്പെടുത്തലാണല്ലോ ഇതിനൊരു ഡൈവേർഷൻ ഉണ്ടായത്. ഇത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ മുൻപത്തെ ജനങ്ങളെ ചീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പാർട്ടി എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെടും, ഇതെങ്ങനെ പരിഹരിക്കും? മുൻപത്തെ ജനങ്ങളെ ചീറ്റ് ചെയ്തത് ആരാണ് എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ആ കാര്യത്തിൽ പാർട്ടി വളരെ സുവ്യക്തമായ നിലപാട് പാർട്ടിയും ഗവൺമെൻറ്റും ആദ്യഘട്ടം മുതൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്.
ആ അതിനകത്ത് നമ്മൾ പൊതുവെ കണ്ട കാര്യം എന്താണ്, അവിടെ ജീവിക്കുന്ന പാവപ്പെട്ട ആ സാധാരണ മനുഷ്യരെ അവർക്ക് അർഹതപ്പെട്ട ആ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഇതാണ് നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ളത്. ഗവൺമെൻറ്റും പാർട്ടിയും കണ്ടിട്ടുള്ള കാഴ്ചപ്പാടാണ്. എന്നാൽ അതിൻ്റെ മുമ്പിലുണ്ടാകുന്ന പ്രയാസം എന്താണ്? പ്രയാസം നിയമപരമായ പ്രശ്നങ്ങളുടേതാണ്. നിയമപരമായ പ്രശ്നങ്ങളുടേതാണ് കുറച്ച് പഴക്കമുള്ളത് കൂടിയാണ് എന്നാൽ ഞാൻ അതിൻ്റെ എല്ലാ ചരിത്രത്തിലേക്കും പോകേണ്ടതില്ലല്ലോ. പഴക്കമുള്ളതായ നിയമപ്രശ്നങ്ങളുടേതാണ്. അപ്പോൾ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ നിയമപരമായിട്ടുള്ള ഈ കുരുക്കഴിക്കാൻ കഴിയുന്ന സമീപനത്തിലേക്ക് പോകാൻ കഴിയണം. അതാണ് പാർട്ടിയും ചിന്തിച്ചത്, ഗവൺമെൻറ്റും ചിന്തിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് ആദ്യഘട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ ശാശ്വതമായ പരിഹാരത്തിലേക്ക് പോകാൻ സഹായകരമാവുന്ന വിധത്തിലാണ് ജുഡീഷ്യൽ കമ്മീഷനെ ഉൾപ്പെടെ നമ്മൾ നിയോഗിക്കപ്പെട്ടതും. അതിൻ്റെ റിപ്പോർട്ട് കൂടി ഉൾച്ചേർത്തുകൊണ്ട് ഗവൺമെൻറ് ഒരു പൊസിഷൻ എടുക്കുമ്പോൾ അത് സ്വാഭാവികമായും കുറേ കൂടി നിയമപരമായിട്ടുള്ള ഈ വിഷയത്തിൻ്റെ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാൻ സഹായകരമാവും എന്ന് കണ്ടുകൊണ്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പാർട്ടിയും ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ തുടക്കം മുതൽ വളരെ കൃത്യമായ സമീപനമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് ഈ കാര്യത്തിൽ വളരെ ശരിയായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് കാണാം. മാത്രമല്ല, ഈ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ കരമടയ്ക്കണമെന്ന ആവശ്യം. ആ പ്രശ്നം നിയമസഭയിൽ ഉയർത്തുന്നത് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ഉണ്ണികൃഷ്ണനാണ് ഈ പ്രശ്നം തുടർച്ചയായി നിയമസഭയിൽ കൊണ്ടുവരികയും അവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അവർക്ക് കരമടയ്ക്കാൻ ആവശ്യമായ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ അത് നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് പിന്നീട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ സമയം മുതൽ ഇപ്പോൾ ഈ വിവാദമായി അല്ലെങ്കിൽ ചില ആളുകൾ വന്നു ചേർന്നുകൊണ്ട് ചില രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് മുമ്പേ തന്നെ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുകയും ഒരു ശരിയായ സമീപനം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി എന്നുള്ളത് കാണണം. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ അഭിപ്രായം, ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സത്യസന്ധമായി ശരിയാവണ്ണം അഡ്രസ്സ് ചെയ്യാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും കഴിയണം എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ആ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ശരിയാവണ്ണം അഭിമുഖീകരിക്കുക. ഇവിടെ അതിൻ്റെ മുകളിൽ കുറേ പുകമുറ സൃഷ്ടിക്കുക, അതാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. വളരെ വ്യാജമായ ചില പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി, വലിയ പ്രചരണം നടത്തി. കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ആ ചോദ്യങ്ങളുടെ ഉത്തരം എന്ന നിലയിൽ യഥാർത്ഥ കാര്യം പറയേണ്ടി വന്നു. കാരണം അത് അധികം നാൾ ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയില്ലല്ലോ. തെറ്റിദ്ധരിപ്പിക്കാനും പുകമുറ സൃഷ്ടിക്കാനും കഴിഞ്ഞേക്കാം. അതിനെല്ലാം താൽക്കാലികമായ ആയുസേ ഉണ്ടാവുള്ളൂ, കുറച്ച് കാലത്തേക്ക് നിർത്താൻ കഴിയുള്ളൂ. വസ്തുതയായി തന്നെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളം പോലെയുള്ള ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇക്കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിലയിരുത്താനും കഴിയുന്ന ശേഷിയുള്ള ഒരു സമൂഹത്തിൽ, ആ ചോദ്യം ഉയർത്താൻ ശേഷിയുള്ള മാധ്യമങ്ങളുള്ള ഒരു സമൂഹത്തിൽ ആ ചോദ്യങ്ങളുടെ മുന്നിൽ വസ്തുതകൾ യഥാർത്ഥമായി പറയേണ്ടി വരും. അങ്ങനെ പറയാൻ നിർബന്ധിതമായതാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് കാണാം. അതോടുകൂടി ഒരു കാര്യം വ്യക്തമായി, ഒരു വ്യാജപ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യം സൃഷ്ടിക്കാൻ വേണ്ടി BJP നടത്തിയ ശ്രമം തകർന്നു വീണിരിക്കുന്നു. അത് ജനങ്ങൾ, ആ സമരം ചെയ്യുന്നവർ ഉൾപ്പെടെ കൂടുതൽ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത്തരം സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ വസ്തുതാപരവും കൃത്യവുമായ നിലപാട് സ്വീകരിക്കാൻ നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ കോൺഗ്രസും UDFും തയ്യാറായില്ല എന്ന വിമർശനവും ഞങ്ങൾക്കുണ്ട്. അവർ ആ സമീപനം സ്വീകരിച്ചപ്പോൾ ആ പുകമുറയുടെ ഇടയിലൂടെ രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ സംസ്ഥാന സർക്കാരിനെ ടാർഗറ്റ് ചെയ്യാൻ, കോർണർ ചെയ്യാൻ കഴിയുമോ എന്നതിൻ്റെ നീക്കമാണ് അവർ നടത്തിയത് എന്നുള്ളത് കാണാൻ കഴിയും. അതിനുമേറ്റ തിരിച്ചടിയാണ് ഈ വസ്തുതകൾ പുറത്തു വന്നത് എന്നുള്ളത് കാണാം. ഗവൺമെൻറ് എടുത്ത നിലപാടിൽ, ഞങ്ങളുടെ പാർട്ടി എടുത്ത നിലപാടിൽ അവരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു, അതിനെ വിശ്വാസത്തിലെടുക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയും. ഒരു സംശയവും വേണ്ട, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അവിടുത്തെ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം കാണുക എന്നുള്ളതാണ് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നിലപാട്. കേന്ദ്ര വഖഫ് നിയമത്തിന്റെ ചോട് പിടിച്ചിട്ട് സംസ്ഥാനത്ത് എന്തെങ്കിലും നിയമം കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? കേന്ദ്ര വഖഫ് നിയമത്തെ സംബന്ധിച്ച് കൃത്യമായ പൊസിഷൻ നമ്മുടെ പാർട്ടി അഖിലേന്ത്യാ നേതൃത്വം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും വേറെ ഇല്ലല്ലോ. അതാണല്ലോ നമ്മുടെ നയം എന്നുള്ളത്. അത് ശരിയാവണ്ണം നമ്മുടെ സമൂഹത്തെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായി തന്നെ രൂപപ്പെടുത്തിയതാണ്. ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞ വിഷയത്തെ ഉൾപ്പെടെ അതിനോട് കൂട്ടിക്കെട്ടിക്കൊണ്ട് വളരെ സമർത്ഥമായി ബില്ല് പാസ്സാക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുകയും കുറച്ചാളുകളെങ്കിലും നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണെന്ന് കാണും. പക്ഷേ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? യഥാർത്ഥ ഉദ്ദേശം ഞാൻ ആമുഖത്തിൽ പറഞ്ഞു. 2014 ശേഷം അധികാരത്തിലിരിക്കുന്ന BJP, ആ BJPയെ നയിക്കുന്നത് RSS ആണ്.
RSS രാജ്യത്തെ ലക്ഷണമൊത്ത ഫാസിസ്റ്റ് സംഘടനയാണ്. ആ RSSനെ നിയന്ത്രിക്കപ്പെടുന്ന BJP ആണ് രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം കയ്യിൽ കിട്ടിയ അധികാരത്തെ BJP ഉപയോഗിക്കുന്നത് ഭരണത്തിൻ്റെ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി, ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും ഉപയോഗപ്പെടുത്തി RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ്. അത് ഉപയോഗപ്പെടുത്തുകയാണ്. പാർലമെൻറ്റിനെ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാം. പാർലമെൻറ്റിലെ അംഗബലത്തിൻ്റെ കരുത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം സാധനങ്ങൾ കൊണ്ടുവന്ന അടിസ്ഥാനപരമായ ഭരണഘടനാ കാഴ്ചപ്പാടിന് തന്നെ വിരുദ്ധമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും RSS പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോഗവൽക്കരണത്തിന് ശക്തി പകരാൻ കഴിയുന്നതിനാവശ്യമായ നിയമനിർമ്മാണങ്ങളും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഈ കാലം എന്നുള്ളത് കാണണം. ഇത് എല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. ആധുനിക ഇന്ത്യൻ സങ്കല്പങ്ങളെ തകർക്കുകയാണ്. ആധുനിക ഇന്ത്യയുടെ മൂല്യങ്ങളെ തകർക്കുകയാണ്. ആ മൂല്യങ്ങളെ തകർക്കുന്നതിൻ്റെ പല വിധത്തിലുള്ള പ്രയോഗങ്ങളിലെ ഒന്നായിട്ടാണ് നമ്മൾ ഇതിനെ ഉൾപ്പെടെ കാണേണ്ടത് എന്നുള്ളത് കാണണം. ആ കാര്യത്തിൽ വളരെ കൃത്യമായ പൊസിഷൻ നമ്മുടെ പാർട്ടി അഖിലേന്ത്യാ നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലാരിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ പ്രാപ്തിയുള്ള ജില്ലയാണ്. അപ്പം പാർട്ടിയിലേക്ക് ആകർഷിക്കാനായിട്ട് അല്ല, എല്ലാ വിഭാഗം ജനങ്ങളെയും പാർട്ടിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞങ്ങൾ വെക്കുന്നത് തൊഴിലാളികളുടെയും കർഷകരുടെയും പാവപ്പെട്ട സാമാന്യ ജനതയുടെയും പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് മതമോ ജാതിയോ നോക്കാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും സ്വാഭാവികമായും പാർട്ടിയോട് അടുപ്പിക്കാൻ ആവശ്യമായ ഒരു വർഗവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അതിന് ഞങ്ങൾക്ക് സഹായകരമാകുന്നുണ്ട് കേരളത്തിൻ്റെ ഗവൺമെൻറ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന് സഹായകരമാകുന്ന സമീപനം കേരളത്തിൻ്റെ ഗവൺമെൻറ് സ്വീകരിക്കുന്നു. കാരണം കേരളത്തിൻ്റെ ഗവൺമെൻറ് എന്നുള്ളത് രാജ്യത്തെ ഒരു ബദൽ ഗവൺമെൻറ്റാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച വർഗീയ ഇന്ത്യക്കെതിരെയുള്ള മതനിരപേക്ഷതയുടെ കരുത്ത് നിലനിർത്താൻ സഹായിക്കുന്നത് കേരളത്തിലെ പുരോഗമന രാഷ്ട്രീയവും അതിൻ്റെ ഭാഗമാകുന്ന ഗവൺമെൻറ്റിൻ്റെയും പങ്ക് ചെറുതല്ല. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒന്നാണ്. 2, ആഗോളവൽക്കരണ രാഷ്ട്രീയത്തിൻ്റെ ബദൽ എന്ത് എന്ന ചോദ്യത്തിന് ആ ബദലുണ്ട്, ആ ബദൽ സൃഷ്ടിക്കാൻ കഴിയും എന്ന് കാണിച്ചു കൊടുക്കുന്ന ഗവൺമെൻറ് കൂടിയാണ്. ഇത് മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയിൽ ഇതുപോലെയുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ് രാജ്യം ഭരിക്കുന്ന കാലയളവിൽ അതിനകത്ത് നിന്നുകൊണ്ടും ചില ബദലുകൾ ഉയർത്താൻ കഴിയും. ആ ബദലുകൾ ഇന്ത്യക്കകത്ത് ശക്തിപ്പെട്ടാൽ മറ്റൊരു ലോകം നമുക്ക് സാധ്യമാക്കാൻ കഴിയും എന്ന് മുദ്രാവാക്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് പിന്തുണ നൽകുന്ന നയം നടപ്പാക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് എന്നുള്ളത് കാണാൻ കഴിയും. ആ ഗവൺമെൻറ് നടപ്പാക്കുന്ന നിരവധി പദ്ധതികൾ ഇവിടെയുണ്ട്. അത് സ്വാഭാവികമായിട്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ മാറ്റം അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്നത് എല്ലാ വിഭാഗത്തിലെയും പാവപ്പെട്ടവർക്ക് കിട്ടുന്ന ഗുണകരമായ മാറ്റം അത് നമുക്ക് കാണാം. വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് വരുന്ന മാറ്റം, സാമൂഹ്യ സുരക്ഷാ കാര്യങ്ങൾക്കകത്ത് കേരളം എടുക്കുന്ന മാറ്റം, ഇതെല്ലാം എല്ലാ വിഭാഗങ്ങളെയും ആകർഷിക്കാൻ കഴിയുന്നതാണ്. കേരളത്തിൻ്റെ പശ്ചാത്തല വികസനത്തിനകത്തുണ്ടാകുന്ന പുരോഗതി എല്ലാ വിഭാഗങ്ങളെയും ആകർഷിക്കാൻ കഴിയുന്ന, മധ്യവർഗം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളെയും ആകർഷിക്കാൻ കഴിയുന്നതാണ്. മാത്രവുമല്ല, നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന രേഖ കൊല്ലം സമ്മേളനം അംഗീകരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖ നവകേരളത്തിൻ്റെ പുതുവഴികളിലൂടെ ഗവൺമെൻറ് തന്നെ മുമ്പോട്ട് വയ്ക്കുന്നത് വരുന്ന 25 വർഷക്കാലം കൊണ്ട് കേരളത്തിനകത്തുണ്ടാകുന്ന ഒരു പുരോഗതിയെ സംബന്ധിച്ചാണ്, ഒരു മദ്യസമ്പന്ന സമൂഹത്തിലേക്കുള്ള കേരളത്തിൻ്റെ മാറ്റത്തെ സംബന്ധിച്ചാണ്. അതിന് വൈജ്ഞാനിക സമ്പദ്ഘടനയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു മാറ്റം വളരെ സുപ്രധാനമാണ്. നിങ്ങൾ കുറെ കൂടി ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ വിനീതമായ റിക്വസ്റ്റ്. കേരളം രൂപം കൊണ്ടതിന് ശേഷമുള്ള ഒരു നിർണായകമായ മാറ്റത്തിൻ്റെ ഭാഗമാണ് അത് എന്നുള്ളത് കാണാൻ കഴിയും. കാരണം നമ്മുടെ അസറ്റ് അല്ലെങ്കിൽ വിഭവം എന്നുള്ളത് കേരളം നേടിയെടുത്ത നേട്ടങ്ങളുടെ ഭാഗമായി വന്ന നമ്മുടെ മക്കളുടെ അറിവും അവരുടെ കഴിവും പ്രാപ്തിയുമാണ്. അത് ലോകത്ത് ഏതിനോടും മത്സരിക്കാൻ ശേഷിയുള്ളവരായി നമ്മൾ മാറി. നമ്മൾ നേടിയ വിദ്യാഭ്യാസത്തെ കേരളത്തിൻ്റെ സമ്പത്തുൽപാദന പ്രക്രിയയോട് ബന്ധപ്പെടുത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് ഊന്നേണ്ടത് വൈജ്ഞാനിക സമ്പദ് മേഖലയിലാണ് എന്ന കാഴ്ചപ്പാട് ഗവൺമെൻറ് വച്ചിരിക്കുന്നു. അത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യത, ലോകത്തെവിടെയുള്ള കമ്പനികൾക്കും ഇവിടെ ഇരുന്ന് പണിയെടുക്കാൻ കഴിയത്തക്ക വിധത്തിലേക്ക് നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങളും ചെറുപ്പക്കാരെ മാറ്റുന്ന സാഹചര്യം, ഇതെല്ലാം രൂപപ്പെട്ടു വരുന്ന പുതിയ കാലത്തിൻ്റെ ഒരു നവകേരളത്തിൻ്റെ ഒരു അന്തരീക്ഷം, അതൊരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയിൽ ജനങ്ങൾക്ക് അതിൽ പുലർത്തുന്ന ആത്മവിശ്വാസം, ഇതെല്ലാം ചേർന്നുകൊണ്ട് മൈനോറിറ്റി വിഭാഗം ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂടെ നിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളീയ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. പാർട്ടി നിലപാട് പാർട്ടി സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് പറഞ്ഞിട്ടുണ്ട്. മദ്യത്തിൻ്റെ കാര്യത്തിൽ മദ്യ നിരോധനമല്ല, മദ്യവർജനം എന്നുള്ളതാണ് പാർട്ടി കാഴ്ചപ്പാട്.
അതിനെ ഏറ്റവും ശക്തിയായി മുമ്പോട്ട് വയ്ക്കുക എന്നുള്ള സമീപനമാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം പാർട്ടി നേതൃത്വം അതിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദാംശങ്ങൾ എല്ലാം നടത്തിയിട്ടുണ്ട്. മദ്യവർജനം, ഇപ്പോൾ മയക്കുമരുന്ന് നമ്മൾ ആദ്യം പറഞ്ഞതിനോടുകൂടി ചേർത്ത് വയ്ക്കാവുന്നതാണ്. മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന സമീപനമാണ്. അതിന് ഏറ്റവും ശക്തിയായുള്ള നിലപാട് സ്വീകരിക്കും. ഒരു ദിവസം മദ്യം വിളമ്പാത്തത് കൊണ്ട് അവസാനിക്കാത്ത ഒരു പ്രശ്നമല്ല അത്. നിങ്ങളതിനെ അങ്ങനെയാണ് കാണേണ്ടത്. ഒരു ദിവസം മദ്യം വേണ്ട എന്നത് പറഞ്ഞതുകൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രശ്നം അല്ല ഇത്. അതിന് മറ്റു പല അനുബന്ധ കാര്യങ്ങളുമുണ്ട്. ആ ട്രൈ ഡേ ഒഴിവാക്കിയതിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ വിശദീകരണവും മറ്റു കാര്യങ്ങളുമുണ്ട്. കേരളം, ഞാൻ ആദ്യം പറഞ്ഞ നവകേരള കാഴ്ചപ്പാടിലേക്കുള്ള ഫോക്കസിൽ ഏറ്റവും പ്രധാനമായി രൂപം നൽകുന്ന ഒരു ഒന്ന് കേരളത്തിൻ്റെ ടൂറിസം മേഖല ഉൾപ്പെടെയുള്ളതാണ്. നമുക്കറിയാം, മറ്റേ ലോകത്ത് തന്നെ കണ്ടിരിക്കേണ്ട 52 സ്ഥലങ്ങളിൽ ഉള്ള ഒരു നില എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. കേരളത്തിൻ്റെ സമ്പത്തുൽപാദന പ്രക്രിയ ശക്തിപ്പെടുത്താനും കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടൂറിസം എന്നുള്ളത്. കാരണം അതിൻ്റെ ആരോഗ്യകരമായ വളർച്ച കൂടി ഗവൺമെൻറ് ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ വിശദീകരണത്തിൽ നിന്ന് വായിച്ചതിൽ ഞാൻ മനസ്സിലാക്കിയത് അതാണ്. പക്ഷേ അത് വെച്ചുകൊണ്ട് അത് മാറ്റിയതുകൊണ്ട് മദ്യ നിരോധനത്തെ മദ്യത്തിൻ്റെ കാര്യത്തിലാകതായി എന്ന നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല. മദ്യവർജനത്തിന് ഒരു, ഞാൻ മയക്കുമരുന്നിൻ്റെ കാര്യം സൂചിപ്പിച്ച പോലെ, ഒരു നിരന്തരവും തുടർച്ചയിലുമുള്ള ബോധവൽക്കരണ പ്രക്രിയ ഏറ്റെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ പ്രവർത്തനത്തെ കൂടുതൽ ശക്തിയെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് കാണുന്നത്. കൂടിയില്ല. ചില സ്ഥലങ്ങളിൽ വിഭാഗീയ പ്രവർത്തനവും അതേ തുടർന്ന് പുറത്താക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് അതൊക്കെ മാറിയോ? വിഭാഗീയത എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ അതിനൊരു വലിയ ക്യാൻവാസ് ഉണ്ടല്ലോ. ആ അർത്ഥത്തിലുള്ള വിഭാഗീയത ഇന്ന് എറണാകുളം ജില്ലയിലില്ല, കേരളത്തിലെ പാർട്ടിക്കകത്തില്ല. അപ്പോൾ ആ പദം പ്രയോഗിക്കുമ്പോൾ കേൾക്കുന്ന ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറയുന്നത്. അങ്ങനെയൊന്നും നമ്മുടെ ജില്ലയ്ക്കകത്തില്ല, കേരളത്തിലില്ല. അങ്ങനെ ഉണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നു. അത് പാർട്ടി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു കാലം, തെറ്റായ പ്രവണതകൾ വന്ന കാലം ഉണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതാണ് ഒക്കെ പറഞ്ഞ കാലമുണ്ട്. അതിനെ ഞങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. അത് കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ്. അത് പാർട്ടി എന്നുള്ളത് കളക്റ്റീവ് ലീഡർഷിപ്പാണ്, കൂട്ടായ നേതൃത്വമാണ്. ആ കൂട്ടായ നേതൃത്വത്തെ പാർട്ടി കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് നന്നായി അത് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എറണാകുളം ജില്ലയുടെ അനുഭവം. ഞങ്ങൾ ഇന്ന് നിങ്ങൾ പറഞ്ഞ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. അതും കഴിഞ്ഞ സമ്മേളനം ഞങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത ഒന്നാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ സ്വാഭാവികമാണ്. കാരണം മനുഷ്യരുടെ പാർട്ടിയാണല്ലോ, മുതലാളിത്ത സാമൂഹിക വ്യവസ്ഥയ്ക്കകത്ത് തന്നെ ജീവിക്കുന്നതാണ്. അതിൻ്റെ ജീർണതകളും സ്വാധീനങ്ങളും എല്ലാം മനുഷ്യരെ സ്വാധീനിക്കും. അതിനോട് സമരം ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തി ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒന്ന് കാണാൻ കഴിയും. പക്ഷേ അതിൻ്റെ സ്വാധീനങ്ങൾ പല രൂപത്തിലും ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന പ്രവണതകളെ സൂക്ഷ്മം നിരീക്ഷിക്കുകയും സമയത്ത് ഇടപെടുത്തി തിരുത്തുകയും ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ സംഘടനാ മെക്കാനിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ ജില്ലയിലെ ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. അത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടത്, ഞാൻ ആദ്യം സൂചിപ്പിച്ച വിഭാഗീയതയുടെ സ്വഭാവം അല്ല അതിനുള്ളത്. അത് ചില വ്യക്തി കേന്ദ്രീകൃതമായ താല്പര്യങ്ങളാണ്. അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വരുന്ന, യഥാർത്ഥത്തിൽ പറഞ്ഞ ചെറിയ കാര്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാകുന്നു, അത് ഞങ്ങൾ വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യം എന്താണ്? അതുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഞങ്ങൾ കാണുന്നത് രാഷ്ട്രീയവും സംഘടനാപരവുമായ ചോർച്ചയാണ്. അവിടുത്തെ കുറവാണ്. ചോർച്ച എന്ന് പറഞ്ഞത് ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു, ആ പ്രയോഗം തെറ്റായിരിക്കുമെന്ന് എനിക്കാണ്. പക്ഷേ കുറവാണ്. ആ രാഷ്ട്രീയവും സംഘടനാപരവുമായ കുറവിൽ നിന്നാണ് വ്യക്തി കേന്ദ്രീകൃതമാകാൻ നോക്കുന്നത്. ഞാനിപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ളത് എൻ്റെ വ്യക്തിക്കല്ല പ്രധാനം. പാർട്ടി എന്നുള്ളത് കൂട്ടായതാണ്. ഈ നാട്ടിലെ ജനങ്ങളുടേതാണ് ഈ പാർട്ടി. ആ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പാർട്ടി നിൽക്കുന്നത്. അപ്പോൾ ആ കാഴ്ചപ്പാടിനെ അനുസരിച്ച് അവരെ ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും ഞങ്ങൾ കുറേ കൂടി പരിശ്രമിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടത്. ഇവിടെ ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ, പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അല്ല, അതിന് ഇപ്പോൾ നഗരവൽക്കരിക്കപ്പെടുന്ന പ്രദേശങ്ങൾ പുതിയ പുതിയ വെല്ലുവിളികൾ വരുന്നുണ്ട്. ഇപ്പോൾ സിറ്റിയിൽ നല്ല പാർട്ടി സംഘടന ഉള്ള സ്ഥലമാണ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ തൊഴിലാളികളെയും പാവപ്പെട്ടവരെയും പെട്ടെന്ന് റാലി ചെയ്യിക്കാൻ പറഞ്ഞാൽ വലിയ രൂപത്തിൽ കഴിയുന്ന സുസംഘടിതമായൊരു സംവിധാനമുള്ള ജില്ല തന്നെയാണ്. പക്ഷേ പുതിയ കാലത്തെ പുതിയ മാറ്റങ്ങൾ വരുന്നു. അതാണ് നഗരവൽക്കരിക്കപ്പെടുന്ന പ്രദേശങ്ങളുടെ. ആ പുതിയ മാറ്റത്തിനനുസരിച്ച് എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരണം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് സഹായകരമാവുന്ന ഒരു ശില്പശാല, ഒരു നഗരത്തിനകത്തെ
പുതിയ സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിനും അതിനെ ഇടപെടുന്നതിനും വേണ്ടുന്ന ഒരു സംസ്ഥാനതല ശില്പശാല ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയിൽ നമ്മുടെ ജില്ലാ തലത്തിലും ഈ നമ്മുടെ എറണാകുളം ജില്ലയുടെ സവിശേഷകരമായ പ്രത്യേകതകളെ വച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്താൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഉടനെ തന്നെ പ്ലാൻ ചെയ്യുന്നതാണ്. വേഗതയിൽ വളരുന്ന ജില്ല എന്ന നിലയിൽ പല പ്രവണതകളുണ്ട്, നല്ല ഗുണങ്ങളുണ്ട്, എന്നാൽ ചില പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു സമഗ്രതയിൽ പരിശോധിക്കാൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഐ ടി മേഖലയും ഇതുപോലെ പ്രധാനപ്പെട്ടാണ്. ഇവിടെ ആമുഖ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഐ ടി മേഖല വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാലത്ത് ഇക്കാലത്തും ഏറ്റവും ആകർഷകമെന്ന് നമ്മളെല്ലാം വിലയിരുത്തുകയും പൊതുസമൂഹം കാണുകയും ചെയ്യുന്ന മേഖലയാണ്. ഞങ്ങളവിടെ ഞങ്ങളുടെ പല രൂപത്തിലുള്ള സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തനങ്ങളെല്ലാം പുരോഗമനപരമായ ആശയങ്ങളുള്ള ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ആ മേഖലയിൽ സജീവമായി നടക്കുന്നുണ്ട്. DYFI എന്ന നിലയിൽ ഞാൻ DYFIയുടെ മുൻ ഒരു ചുമതലക്കാരൻ കൂടിയായിരുന്ന നിലയിൽ DYFI എന്ന നിലയിലുള്ള ചെറുപ്പക്കാരുടെ ഇടപെടലും പ്രവർത്തനങ്ങളും ആ മേഖലയിൽ സജീവമായി നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർക്കുന്നത്, ഞാൻ DYFIയുടെ ഭാരവാഹിയായി ജില്ലാ സെക്രട്ടറി എല്ലാമായി വരുന്ന ഘട്ടത്ത് അന്ന് ഇത്ര വലിയ ക്രൈസിസ് ഇല്ല. ഈ IT മേഖലയിലൊന്നും നമ്മുടെ സാമ്പത്തിക മേഖലയിലെ ക്രൈസിസ് ഇത്രമാത്രം വലിയ രൂപത്തിൽ വന്നിട്ടില്ല. അപ്പോൾ അന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ചർച്ച ഈ IT മേഖലയിലെ ചെറുപ്പക്കാരെ എങ്ങനെ സമീപിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. പല ശ്രമങ്ങളും നമ്മൾ ആ സമയത്ത് നടത്തി നോക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് അങ്ങനെ ഫലപ്രദമായി വിജയിച്ചിരുന്നില്ല. പക്ഷേ 2008 തുടങ്ങി 2018 ആകുമ്പോഴത്തേക്കും ഈ സാമ്പത്തിക ക്രൈസിസിൻ്റെ ലോകത്താകമാനമുള്ള ഒരു രൂപം ശക്തിപ്പെട്ടതോടുകൂടി അതിൻ്റെ പ്രതിഫലനങ്ങളെല്ലാം ഇവിടെയും ഉണ്ടാകാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, IT മേഖലയിലെ ചെറുപ്പക്കാർ രണ്ടുപേരും ചേർത്താണ് ഞാൻ പറയുന്നത്, അവർ ഞങ്ങളെ തേടി വരാറുണ്ട്. അതൊരു അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ജീവിത പ്രയാസങ്ങളിൽ നിന്നും വരുന്ന മുൻനിർത്തി വരുന്ന അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അന്ന് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനെയാണ് എന്നറിയുമോ എന്ന് ഞങ്ങൾ അവരുടെ ഒരു മീറ്റിങ്ങിൽ ഞാനിപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുകയാണ്. ആ ഒരു പെൺകുട്ടി പോയി, ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുന്നത് ഞങ്ങളുടെ മെയിലിൻ്റെ ഇൻബോക്സാണ്. ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി പണി കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാവും, രാവിലെ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങളെ പിരിച്ചുവിട്ടതിൻ്റെ ഓർഡർ ആയിരിക്കും ഉണ്ടാകുക എന്നാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മറ്റൊരു മേഖലയിലും അങ്ങനെ നടക്കുന്ന ഒന്നല്ല. ഇപ്പം ഞാൻ കാർഷിക മേഖലയിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള റബ്ബർ മേഖല ഉൾപ്പെടെയുള്ള, അപ്പോൾ ടാപ്പിംഗ് തൊഴിലാളിയെ പിരിച്ചുവിടണമെങ്കിൽ അടുത്ത തവണത്തെ വെട്ടിന് മുമ്പ് പിരിച്ചുവിടണമെങ്കിൽ ഈ തുണമേ നമ്മൾ പറയും. ഇപ്പോൾ വയനാടൊക്കെ കാർഷിക മേഖലയാണല്ലോ, അടുത്ത വർഷത്തേക്കും മറ്റേ വിലയില്ല, പ്രയാസമാണ്. അപ്പോൾ ഞാൻ കൃഷിക്കാരൻ പറയും, ഞാൻ തന്നെ വെട്ടിയാലാണെന്ന് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത തവണത്തേക്ക് വേറെ ജോലി കരുതണം എന്ന ഒരു അറിയിപ്പ് കൊടുക്കും. അത് വെറുതെ ഉണ്ടായ ഒന്നല്ല കേട്ടോ, അത് കേരളത്തിൻ്റെ സമര പോരാട്ടങ്ങളിലൂടെ രൂപപ്പെടുത്തി വന്ന ഒരു സാമൂഹ്യ അവബോധമാണ്. ഒരു തൊഴിലാളിയെ വലിച്ചെറിയാൻ കഴിയില്ല, ഒരു തൊഴിലാളിയെ ചേർത്ത് നിർത്തണം, അവൻ്റെ ജീവിതം പ്രധാനപ്പെട്ടതാണ്. അത് രൂപപ്പെട്ടത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രൂപപ്പെട്ടു വന്ന ഉജ്ജ്വലങ്ങളായ തൊഴിലാളി പ്രക്ഷോഭങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നാണ് ആ ഒരു ബോധം ഉണ്ടാകുന്നത്. പക്ഷേ IT മേഖല പോലെയുള്ള മറ്റു മേഖലകൾ നിർദാക്ഷിണ്യം അവരെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അത്തരം അവരുടെ ജീവിത പ്രശ്നങ്ങൾ, തൊഴിൽ മേഖലയ്ക്കകത്തെ പ്രശ്നങ്ങൾ അത് ഗൗരവമായി ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിനോട് നല്ല രൂപത്തിലുള്ള പ്രതികരണം ആ മേഖലയ്ക്കകത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോരാട്ടത്തിൽ വലിയ പങ്കുവഹിക്കാനുള്ളവരാണ് ഈ IT മേഖലയ്ക്ക് അകത്തുൾപ്പെടെയുള്ള ന്യൂജൻ മേഖലയ്ക്കകത്ത് തൊഴിലെടുക്കുന്ന ചെറുപ്പക്കാർ എന്ന വിശ്വാസമാണ് ഞങ്ങൾക്ക്. പക്ഷെ അത് വളരെ ഏകപക്ഷീയമായി പോകുന്നുള്ളൂ. ഇപ്പോൾ ജില്ലയിൽ തന്നെ ഒരു മുതിർന്ന നേതാവിനെതിരെ ജേക്കബ് പരാതി എഴുതുന്നു, പിന്നീട് ജേക്കബ് ബന്ധപ്പെട്ട് വിശദീകരണ സാഹിത്യത്തിലേക്ക് പോകുന്നു. പൂണിത്തുറയിലേക്ക് വന്നാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അതിൽ 7 പേരെ പാർട്ടിക്കാരെ തന്നെ പുറത്താക്കുന്നു. അപ്പോൾ ഒരു കൂത്താട്ടുള്ള വിഷയത്തിൽ ഏകപക്ഷീയമായി പോകുന്നുണ്ട്. ജില്ലാ നേതൃത്വമായി അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത്തരത്തിലൊരു സംരക്ഷണം ഒരുക്കുന്നു. അങ്ങനെ ഒന്നേ ഇല്ല. ഇപ്പോൾ ജേക്കബ് പറഞ്ഞൊക്കെ പരാമർശിച്ചിട്ട് ഞാനിപ്പോൾ പറയുന്നത് തന്നെ കാര്യമില്ല. നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കങ്ങളിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല, മരണപ്പെട്ടു പോവുക ജോലി. ഞാനതുകൊണ്ട് അതിൻ്റെ അങ്ങനെ നിങ്ങൾ അവസാനം പറഞ്ഞ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഏതെങ്കിലും നേതൃത്വത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല പാർട്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ചിട്ടേ ഇല്ല. ഓരോ വിഷയത്തെയും ശരിയാം വണ്ണം പരിശോധിച്ച് അതിലെ ശരിയായ നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ള സമീപനമാണ്. ഞാൻ അതാണ് പറഞ്ഞത്, കളക്റ്റീവ് ലീഡർഷിപ്പാണ്. ഞാൻ ജില്ലാ സെക്രട്ടറി ആണെന്ന് കരുതി എനിക്ക് തനിച്ച് ചെയ്യാൻ കഴിയില്ല. പാർട്ടിക്ക് അങ്ങനെ കഴിയില്ല. അതല്ല പാർട്ടിയുടെ സംവിധാനം. അതൊരു തെറ്റായ പ്രതീതി നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് അല്ല പാർട്ടിയുടെ സംവിധാനം. ഞങ്ങളുടെ മുമ്പായി ഒരു പ്രശ്നം വന്നാൽ, ഒരു വിഷയം വന്നാൽ അത് ഞങ്ങളുടെ ഘടകങ്ങൾ ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്.
അതിപ്പോൾ പ്രശ്നമുണ്ടാകുന്ന പ്രദേശത്തെ ഘടകം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യും, അതിൻ്റെ മേൽഘടകങ്ങൾ എടുക്കും. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഒരു ഇത്തരം ഗൗരവപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നാൽ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും, ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യും. അതാണ് കളക്റ്റീവ് ലീഡർഷിപ്പിൻ്റെ പ്രത്യേകത. അവിടെ നിന്ന് എടുക്കുന്ന നിഗമനങ്ങളും തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഒരു കേഡറെ സംബന്ധിച്ച് എടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. അതൊന്നും ഒരിക്കലും വ്യക്തി കേന്ദ്രീകൃതമായോ വ്യക്തി താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ എടുക്കപ്പെടുന്ന ഒരു പ്രോസസ്സല്ല. അത് ഈ രൂപത്തിലാണ് എടുക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുക. ഒരിക്കലുമില്ല. SFI കേരളത്തിൽ ഏറ്റവും ചടുലമായി ഇടപെടുന്ന ഏറ്റവും സജീവമായ സംഘടനയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു തലവേദനയും SFI പാർട്ടിക്ക് സൃഷ്ടിക്കുന്നില്ല. SFI കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കകത്ത് നടത്തിയ ധീരോദാത്തമായ സമര പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട്. ആ സമര പോരാട്ടത്തിൻ്റെ ചരിത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആഗോളവൽക്കരണം വ്യത്യസ്ത മേഖലകളിൽ തീർത്ത പ്രശ്നങ്ങൾ പോലെ തന്നെ നമ്മുടെ കലാലയങ്ങൾക്കകത്തെ അന്തരീക്ഷങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്നുള്ള കോടതി വിധികൾ വരുന്നത് ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾക്കകത്തും ക്യാമ്പസിനകത്തെ ജനാധിപത്യത്തെ നിലനിർത്താൻ, ജനാധിപത്യവൽക്കരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഏറ്റവും ശരിയാവണ്ണം ഇടപെടുകയാണ്. നിങ്ങൾ വെറുതെ പറഞ്ഞാൽ നിൽക്കുക, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനം SFI ആണ്. നമുക്ക് അത്ര മോശപ്പെട്ട സംഘടനയുടെ പിന്നിൽ SFI അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജനങ്ങൾ അണിനിരക്കും. അപ്പോൾ അതൊരു തെറ്റായ നരേഷൻ SFIയെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ വേണ്ടുന്ന പരിശ്രമമാണ്. ഞാനത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. SFIക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങളിലെല്ലാം ഉണ്ടാകുന്ന പോലെയുള്ള കുറവുകളും പ്രശ്നങ്ങളും ഉണ്ടാകാം. അതിനെ അങ്ങനെ വിമർശിച്ചാൽ ആ വിമർശനത്തെ ഉൾക്കൊള്ളാനും തയ്യാറാണ്. തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും ചെയ്യാം. പക്ഷേ ഒറ്റ വാക്കിൽ തലവേദന ഉണ്ടാക്കുക അത് തെറ്റാണ്. ഒരു തെറ്റായ വിലയിരുത്തലും തെറ്റായ പ്രയോഗമാണ്. അങ്ങനെ ഞങ്ങൾ കാണുന്നതേ ഇല്ല. SFI ഏറ്റവും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. SFI ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. SFI ക്യാമ്പസിനകത്തെ ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടി ഏറ്റവും ശക്തമായി ഇടപെടുന്ന സർഗാത്മക സംഘടനയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വരും മാസങ്ങളിൽ കൂടുതൽ കോളേജുകളും സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ റാങ്കിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഈയിടെ കുറച്ച് കൂടുതലായിട്ട് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തവണ ഈ SFI കൂടുതൽ അങ്ങനെയൊക്കെ പറഞ്ഞു. ആ സ്ഥിതിക്ക് ഈ റാഗിങ് കുറക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ റാഗിങ് കുറക്കാൻ വേണ്ടിയിട്ട് എന്താണ് പാർട്ടി നിലപാട്? SFI അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലാതെ SFI പോലെയുള്ള SFI മോശമാക്കി പറഞ്ഞല്ല, അത്തരം സംഘടനകൾ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് SFI. ഈ റാഗിങ് എന്ന് പറയുന്ന സംവിധാനം കുറക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്ക് ചെയ്യാൻ പറ്റും. റാഗിങ് കുറയ്ക്കുകയല്ല, റാഗിങ് പോലെയുള്ള പ്രാകൃതമായ രീതി ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ സമീപനം. അതിന് മുൻകൈ എടുക്കുന്നതാണ് SFI. ഞാൻ ആദ്യം സൂചിപ്പിച്ച തെറ്റായ ചില പ്രവണതകൾ ക്യാമ്പസുകൾക്കകത്ത് വന്നതിൻ്റെ അന്തരീക്ഷമുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിക്കണ്ടേ, ആ അന്തരീക്ഷത്തിൻ്റെ തുടർച്ചയിലാണ് ഇത്തരം തെറ്റായ പ്രവണതകൾ ഉണ്ടാകുന്നത്. ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥി ക്യാമ്പസുകളുടെ പഴയകാല ചരിത്രം എടുത്തിയാൽ വലിയ അരാജകത്വമുള്ളൊരു ചരിത്രം നമുക്കുണ്ട് ക്യാമ്പസിൽ. ആ അരാജകത്വമുള്ള ക്യാമ്പസുകളെ ജനാധിപത്യവൽക്കരിച്ച സംഘടനയാണ് SFI. പുതിയ ആഗോളവൽക്കരണ സമീപനത്തിൻ്റെ ഭാഗമായ ചില നീക്കങ്ങൾ വന്നപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം അപ്രസക്തമാകുകയും രാഷ്ട്രീയം തന്നെ മോശമാണെന്ന് പറയുകയും ചെറുപ്പക്കാർ രാഷ്ട്രീയം സംസാരിക്കാൻ പാടില്ല, വിദ്യാർത്ഥികൾ രാഷ്ട്രീയം സംസാരിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് രൂപപ്പെട്ടതിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും ഉയരുന്ന ചില തെറ്റായ പ്രവണതകളുണ്ട്. ചില ഗ്യാങ്ങുകൾ ഉണ്ടാകുന്നു ഇപ്പോൾ ക്യാമ്പസുകൾക്കകത്ത്, വേറെ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അത്തരം നീക്കങ്ങളുടെ ഉൽപ്പന്നമായി ഉണ്ടാകുന്ന ഈ തെറ്റായ പ്രവണതകളെ, റാഗിങ് ഉൾപ്പെടെയുള്ള രീതിയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അതിന് SFI നേതൃത്വം കൊടുക്കും, പാർട്ടി അതിന് പരിപൂർണമായ പിന്തുണയും കൊടുക്കും. ഈ റാഗിങ് സംവിധാനങ്ങൾ നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് അപരിഷ്കൃതമായ രീതി ഉണ്ടാകാൻ പാടില്ല. അത് നമുക്ക് തുടച്ചു നിൽക്കേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ ബോധമണ്ഡലങ്ങളിലേക്ക് അവരെ സർഗാത്മകമായി ചിന്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവരെ ഉയർത്തുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ്. ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കുറച്ചധികം സമയം. DYFI ആ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം എതിരെ നിരന്തരമായി സമരം ചെയ്യുന്ന സംഘടനയാണ്, നിരന്തരം ഇടപെടുന്ന സംഘടനയാണ്. വ്യത്യസ്തമായ ഈ മേഖലകളിലെല്ലാം ഞാൻ അതാണ് പറഞ്ഞത്. വിദ്യാധരൻ മേഖലാ പ്രസിഡൻ്റായിരുന്നു ഞങ്ങളുടെ MR വിദ്യാധരൻ. എല്ലാ സമയത്തും ഇപ്പോൾ നിങ്ങളുടെ തന്നെ മാധ്യമങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മയക്കുമരുന്നിനെതിരെ ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ ചെയ്യുന്ന സംഘടന DYFI ആണെന്ന്. നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളെ നടക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. DYFI ആ കാര്യത്തിൽ ഏറ്റവും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഏറ്റവും ശക്തിയായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പം നമുക്കറിയാം സമൂഹത്തിലെ വ്യത്യസ്തമായ വിഷയങ്ങൾ അവർ ഏറ്റെടുക്കുന്നുണ്ട്. ആ സംഘടന നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം, ഞാൻ DYFയുടെ പഴയകാല പ്രവർത്തകൻ കൂടി ഒരാളായിരുന്ന ആളാണ്. പ്രവർത്തിക്കാൻ കഴിയാത്ത, നമുക്കെല്ലാം രാഷ്ട്രീയ പ്രവർത്തനമോ പൊതുജീവിതമോ അല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിനോ കഴിയാത്ത കോവിഡ് കാലത്ത് പോലും ഏറ്റവും സജീവമായി വീടുകൾക്കകത്ത് ഇടപെട്ട സംഘടനയാണ്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ കണ്ടു. അപ്പോൾ സമൂഹത്തിൽ ഏതാവശ്യങ്ങൾക്കും ഇടപെടാനും പ്രവർത്തിക്കാനും ചെയ്യുന്ന ഏറ്റവും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. മതനിരപേക്ഷതയെ നിലനിർത്താൻ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ സന്ധിയില്ലാതെ സമരം ചെയ്യുന്ന സംഘടനയാണ്. ഞാനിപ്പോൾ എൻ്റെ അനുഭവത്തിലുണ്ട്. ഇവിടെ ചില ഭക്ഷണം കഴിച്ച് തുപ്പിയിട്ട ആ ഭക്ഷണം കൊടുക്കണമെന്നും പറഞ്ഞ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ കാലം നമ്മൾ ഓർക്കുന്നുണ്ട്. അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടാണ് അന്ന് വൈകുന്നേരത്തേക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഫുഡ് സ്ട്രീറ്റ് ഞങ്ങൾ നിർത്തിയത്. ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ്. അപ്പം